Next, we will section resonance condition. We will what is the resonance condition? See, we will XL XC equal to condition resonance condition. Ini XL L omega XC 1 by C omega. Here omega omega R ennaanu vilichadu. നമുക്ക് ഈ ഒമേഗ r ഉള്ള രണ്ടിനെ ഇവിടെ വയ്ക്കാം. L നെ എടുത്ത് താഴെ വയ്ക്കാം. അപ്പോൾ എന്തായി? ഈ ഒമേഗ r ഇവിടെ വന്നാൽ ഒമേഗ r സ്ക്വയർ എന്നായി. = 1 by ഈ L ഇവിടെ വരട്ടെ. അപ്പോൾ 1 by LC എന്നായി. അപ്പോൾ ഒമേഗ r ന്റെ ആൻസർ എന്ത് വരും? √1 by LC എന്ന് വരും. അപ്പോൾ ഒമേഗ r ന്റെ ആൻസർ പറയൂ. ഒമേഗ r = 1 ന്റെ റൂട്ട് 1 തന്നെ ഡിവൈഡഡ് ബൈ LC യുടെ റൂട്ട് എന്താണ്? √LC എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫ്രീക്വൻസിയെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയും. എന്താ പറയുക? റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് റെസൊണൻസ് ഫ്രീക്വൻസി? ഒമേഗ r = 1 by √LC. 1 by √LC. ഇനി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതെന്താണ്? റെസൊണൻസ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. എന്താണ് ഇത്? യഥാർത്ഥത്തിൽ റെസൊണൻസ് ആംഗുലാർ ഫ്രീക്വൻസി ആണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ 2π nu എന്ന് എഴുതാം. എന്തെഴുതാം? 2π nu എന്ന് എഴുതാം. ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ന്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ റെസൊണൻസ് ആണ് കേട്ടോ. ഇനി = 1 by √LC. ഇതിനകത്ത് നിന്ന് ന്യൂ മാത്രം കണ്ടുപിടിച്ചാൽ എന്ത് വരും? റെസൊണൻസ് ഫ്രീക്വൻസി = ഈ 2π അങ്ങ് താഴെ പോകും. അപ്പോൾ 1 by 2π √LC എന്ന് എഴുതാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതും റെസൊണൻസ് ഫ്രീക്വൻസി തന്നെ. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒമേഗ r വരെ കണ്ടുപിടിച്ചാൽ മതി. ഷാർപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ ന്യൂ r ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒറിജിനൽ ഇക്വേഷൻ എന്താണ്? 1 by 2π √LC എന്നാണ്. ഇനി നമ്മൾ സാധാരണഗതിയിൽ റെസൊണൻസ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 1 by √LC കണ്ടുപിടിച്ചാൽ മതി. ഒന്നും കൂടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് പറയാം. അറിയാവുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. സോ you know about LCR circuit, you know the resonance condition. What is the condition for resonance? At a resonance condition, XL and XC are equal. No problem. What is XL? It is L omega. What is XC? 1 by C omega. Here omega can be replaced as omega R. Then I am keeping omega r together. So omega r square = L comes here. So 1 by LC. No problem. Then omega r is equal to what? √1 by LC. No problem. Then omega r is equal to √1 divided by √LC. √LC. This is answer of what? Resonance frequency. What is this? Resonance frequency. No problem. Actually it is what? Angular resonance frequency. Am I right? See, what is omega? Omega = 2π nu. So what is omega r? 2π nu r. So instead of this one you can write 2π nu r is equal to what? 1 by √LC. No problem. Then I am keeping this 2π here. So nu r is equal to 1 by 2π √LC. This is the sharp answer of resonance frequency. So what is the equation to calculate resonance frequency? Nu r is equal to 1 by 2π √LC. Is it clear? So നിങ്ങൾ പറയുക. So നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. ഞാൻ എഴുതില്ല. ഞാൻ എഴുതും. നിങ്ങൾ പറയും. So listen. At resonance condition XL = XC. Then what is XL? It is L omega. Then what is XC? 1 by C omega. Then you rewrite. See what is omega? Omega r. Put omega r together. So omega r square is equal to 1 by LC. Then what is omega r? Omega r = √1 by LC. So omega r = say √1 divided by √LC. No problem. This is the answer of resonance frequency. This is called resonance frequency. Then actually it is what? Angular resonance frequency. Am I right? Then instead of omega you can write 2π nu. So 2π nu is equal to what? 1 by √LC. What is nu r? Say 1 by 2π √LC. This is a sharp answer of resonance frequency. എന്തെങ്കിലും ബുദ്ധിമുട്ടാർക്കെങ്കിലും തോന്നിയോ? നല്ല എളുപ്പമല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷൻ നോക്കാം. ഇതെല്ലാം കൊച്ചു സംഗതികളാണ്. So listen properly.
What is the answer of XL? XL is equal to L omega. Okay. Then XL is equal to L. അതുപോലെ എഴുതി ഒമേഗയ്ക്ക് പകരം നമുക്ക് 2π nu എന്ന് എഴുതാം. ഓക്കെ, ഇതിന്ന് വളരെ ക്ലിയർ ആണ്. XL ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിന്? ഫ്രീക്വൻസി. XL ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പം നമ്മൾ XLും ഫ്രീക്വൻസിയും കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ കിട്ടുമെന്ന് അറിയാം, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ XLും ഫ്രീക്വൻസിയും കണക്ട് ചെയ്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നോക്കൂ, വരെ ഇതാ ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ XL. പറയൂ, ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ അടുത്ത ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് XC? XC എന്ന് പറഞ്ഞാൽ എന്താ? 1/c ഒമേഗ. XC ഈസ് ഈക്വൽ ടു 1/c എഴുതി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π nu എന്നാണ്. 2π nu എന്നാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം. XC ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അങ്ങനെയാണെങ്കിൽ XCയും ഫ്രീക്വൻസിയും കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരച്ചാൽ ഈ ഷേപ്പല്ലേ കിട്ടുക. അപ്പോൾ ദിസ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ XC ആൻഡ് ഫ്രീക്വൻസി. ബുദ്ധിമുട്ടുണ്ടായോ? ഇനി നമ്മൾ നേരെ LCR സർക്യൂട്ടിന്റെ കേസിലോട്ട് പോവുകയാണ്. നമ്മൾ ചോദിക്കട്ടെ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? റെസിസ്റ്റൻസിന് ഫ്രീക്വൻസിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. നമ്മൾ വിചാരിച്ച ബന്ധമുണ്ടെന്ന് ഒരു ബന്ധമില്ല. അപ്പോൾ ഈ ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. റെസിസ്റ്റൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. ഫ്രീക്വൻസിയും ആറും കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. സോ റെസിസ്റ്റൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. യാതൊരു ബന്ധവുമില്ല. സോ ഏത് ഫ്രീക്വൻസി ആയാലും റെസിസ്റ്റൻസിന്റെ ആൻസർ സെയിം. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ലൈക്ക് ദിസ്. ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമ്മൾ ഒരു സാധനം കൂടെ വരയ്ക്കാനുണ്ട്. നമ്മൾ LCR സർക്യൂട്ട് പഠിച്ചവരാണ്. LCR സർക്യൂട്ടിന്റെ കേസിൽ Z നമ്മൾ കണ്ടില്ലേ? ഇസഡും ഫ്രീക്വൻസിയും കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കാം. നോക്കിക്കോളൂ, ഫ്രീക്വൻസിയും ഇസഡും കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരച്ചാൽ നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിക്കൊണ്ണം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ, ഈ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പം ഇല്ലാതാക്കരുത്. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊക്കെ എൻട്രൻസിന് പല ക്വസ്റ്റ്യനിലും ഞാൻ കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. സോ വൺസ് അഗൈൻ ഫ്രം ദ ബിഗിനിങ് ലിസൺ. What is answer of XL? XL is equal to L omega. No problem. Then is equal to L. What is omega? 2π nu. Then very clear. XL is directly proportional to frequency. Then if we plot a graph between frequency and XL, it will be a straight line graph. Okay. Then what is the next one? You know XC equal to 1/c omega. So 1/c into what is omega? 2π nu. So XC is inversely proportional to frequency. So if we plot a graph between frequency and XC, it will be like this. Then what is the next one? You know resistance is independent of frequency. Am I right? So you draw a graph between resistance and frequency. So here frequency, here resistance. So resistance independent of frequency. So whatever be the frequency, R will be the same. So graph will be a straight line parallel to the frequency axis. Is it clear? Then what is the next graph? Next is a graph between frequency and Z. So what is its shape? നമ്മൾ നേരത്തെ കറണ്ടിന്റെ ആ ഗ്രാഫ് വരച്ച് തന്നെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഷേപ്പ് വരിക? അപ്പോൾ ഇങ്ങനെയാണ് ആ ഷേപ്പ് വരിക. ഓക്കെ, സോ ദിസ് ഈസ് എ ഷേപ്പ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അടുത്തലേക്ക് പോകാലോ. അടുത്ത ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത സംഗതി. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് XL? XL ഈസ് ഈക്വൽ ടു L omega. ഓക്കെ, ദെൻ L ആസ് സച്ച്. വാട്ട് ഈസ് ഒമേഗ? 2π nu. ഓക്കെ, ദെൻ ഫോർ DC ആണെങ്കിൽ, DC സപ്ലൈ ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി 0 ആണ്. ഓർത്ത് വെച്ചോണം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് DC സപ്ലൈ? 0 ആണ്. ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് XL? XLന്റെ ആൻസർ എത്ര വരും എന്ന് പറയൂ. ന്യൂന് വരെ 0 കൊടുത്താൽ XL ഈക്വൽ ടു 0. അതായത് നമ്മളൊരു കോയിൽ എടുക്കുന്നു. ഈ കോയിലിൽ എന്ത് കൊടുക്കുന്നു? DC കൊടുക്കുന്നു. DC കൊടുത്താൽ കോയിൽ ഓഫേഴ്സ് 0 തടസ്സം. കോയിൽ എന്ത് കൊടുക്കില്ല? തടസ്സം കൊടുക്കില്ല എന്ന്. അടിപൊളിയല്ലേ? അപ്പൊ DCക്ക് കോയിൽ എന്ത് കൊടുക്കില്ല? തടസ്സം കൊടുക്കില്ല. അടിപൊളി. അടുത്തെന്താണ്? XC. എന്താണ് XC എന്ന് പറഞ്ഞാൽ? 1/c ഒമേഗ എന്നാണ്. ഈക്വൽ ടു 1/c ഒമേഗ എന്ന് പറഞ്ഞാൽ 2π nu എന്നാണ് നമുക്കറിയാം. നമ്മൾ ഫോർ DCയുടെ കേസിൽ
ഫ്രീക്വൻസി വാല്യൂ എത്ര നമുക്കറിയാം? 0 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ എക്സിയുടെ ആൻസർ എത്ര വരും? 1/c × 2 × π × 0. അപ്പോൾ 1/0 എന്ന് വരും. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്നല്ലേ? അപ്പൊ അതായത് നോക്കൂ, നമ്മൾ ഒരു കപ്പാസിറ്റർ എടുക്കുന്നു. ഈ കപ്പാസിറ്ററിനെ ഒരു DC സപ്ലൈയിൽ കൊടുത്താൽ എന്താണ് ഇവിടെ? കപ്പാസിറ്റർ ഓഫേഴ്സ് തടസ്സം ഈക്വൽ ടു ഇൻഫിനിറ്റ് തടസ്സം കൊടുക്കും എന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ DC-ക്ക് കപ്പാസിറ്റർ ഇൻഫിനിറ്റ് തടസ്സം കൊടുക്കും. അപ്പൊ കപ്പാസിറ്റർ ഓഫേഴ്സ് ഇൻഫിനിറ്റ് തടസ്സം ടു DC. ഓർത്ത് വെച്ചോണം. അടുത്തതിലേക്ക് പോവാം. ഞാൻ ഇത് ഒന്നുകൂടെ പറയാണ് പെട്ടെന്ന്. See, what is answer of XL? XL is equal to L omega. What is omega? 2 pi nu. No problem. So for DC, what is the frequency value? Frequency value is 0. Then what will be the answer of XL? XL is equal to L × 2 × pi × 0. So answer is 0. So you have an inductor here. You connect it to DC. See, DC is connected to inductor. So inductor will offer 0 resistance to DC. Okay. Then what is the next one? XC equal to 1/c omega. You know. Then 1 by what is omega? Omega is 2 pi nu. Then see, for DC supply, what is the frequency? 0. So what will be the answer of XC? 1/0. So answer is infinity. Am I right? So this is your capacitor. You connect it to DC. See, this capacitor will offer infinite resistance to DC. Okay. നല്ല അടിപൊളി സാധനം അല്ലേ? അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സോ ഓർത്ത് വയ്ക്കുക. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് DC? 0. Then see, what will be the തടസ്സം given by coil for DC? 0. What will be the തടസ്സം given by capacitor for DC? Infinity. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോണം. ഓക്കെ. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോവാണ്. ഇതൊന്നും ഒരു പ്രയാസമുള്ള സെക്ഷൻ അല്ല. ഇനി റിയാക്ടൻസ്, നമ്മൾ പഠിച്ച സാധനങ്ങൾ. റിയാക്ടൻസ് രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെയാ? എക്സിയും പഠിച്ചു, XL-ഉം പഠിച്ചു അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും പഠിച്ചു അല്ലേ? റിയാക്ടൻസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് സസെപ്റ്റൻസ്. ഈ ടേംസ് ഓർത്ത് വെച്ചോണം. എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റിയാക്ടൻസ് ഈസ് നോൺ ആസ് സസെപ്റ്റൻസ്. എന്താണ്? സസെപ്റ്റൻസ്. ഇനി അടുത്ത് ഇംപിഡൻസ് നമുക്കറിയാം. അതിന്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് അഡ്മിറ്റൻസ്. മറക്കരുത്. സോ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് കോൾഡ് അഡ്മിറ്റൻസ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. അടുത്ത സാധനം നോക്കൂ. സീരീസ് LCR-നെ പറ്റി അറിയാം. അപ്പൊ അതിന് മുമ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ ഞാൻ. റെസിപ്രോക്കൽ ഓഫ് റിയാക്ടൻസ് ഈസ് നോൺ ആസ് ഡാഷ്. പറയൂ. റെസിപ്രോക്കൽ ഓഫ് റിയാക്ടൻസ് ഈസ് കോൾഡ് സസെപ്റ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് കോൾഡ് അഡ്മിറ്റൻസ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇനി പറയാൻ പോകുന്നത് റേഡിയോ ട്യൂണറിനെ പറ്റിയാണ്. എന്തിനെ പറ്റിയാ? റേഡിയോ ട്യൂണർ. റേഡിയോയ്ക്ക് ട്യൂണർ ഉണ്ടോ? ഉണ്ട്. റേഡിയോയ്ക്ക് സ്റ്റേഷൻ മാറ്റുന്ന ഒരു സ്വിച്ച് ഇല്ലേ? അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ട്യൂണർ സെറ്റപ്പ്. ഓക്കെ. അപ്പോൾ റേഡിയോ ട്യൂണർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. റേഡിയോ ട്യൂണർ എന്ന് പറയുന്ന ഒരു LCR സർക്യൂട്ടാണ്. ഷാർപ്പായിട്ട് പറഞ്ഞാൽ അത് LC സർക്യൂട്ട് എന്നാണ് പറയേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് LCR എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ അതിനകത്ത് ഒരു ആൻറ്റിന ഉണ്ടെന്ന് അറിയാമല്ലോ. ആൻറ്റിന. ഇനി ഇതൊരു L, അടുത്ത ഒരു C, പിന്നെ ഈ കണക്ഷൻ കമ്പിക്കൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ ഇത് എന്താണ്? അതർ കമ്പോണൻസ്, അതർ പാർട്സ്. ബാക്കി പാർട്സിലേക്ക് ഇനി പോവുകയാണ്. സോ ലിസൺ. ഇത് ആൻറ്റിനയാണ്. ഇതെന്താണ്? L ആണ്. ഇത് C ആണ്. ഈ കണക്ഷൻ വയറിനെല്ലാം റെസിസ്റ്റൻസും ഉണ്ട്. ഇതാണ് റേഡിയോ ട്യൂണറിൻ്റെ പാർട്ട്. റേഡിയോ ട്യൂണറിൻ്റെ ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കപ്പാസിറ്ററാണ്. നമ്മൾ റേഡിയോയിൽ സ്വിച്ച് പിടിച്ച് കറങ്ങൂലടാ. ഈ അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് മാറുകയാണ്. അപ്പോൾ റേഡിയോയുടെ അകത്തിരിക്കുന്ന കപ്പാസിറ്റർ എങ്ങനത്തെ കപ്പാസിറ്ററാണ്? ഓർഡിനറി കപ്പാസിറ്റർ അല്ല, പിന്നെയോ വേരിയബിൾ കപ്പാസിറ്ററാണ്. അപ്പോൾ ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്കൂ, എന്നെ നോക്കൂ. റേഡിയോ ട്യൂണറിനെയാണ് നമ്മൾ പഠിക്കുന്നത്. റേഡിയോ ട്യൂണർ എന്ന് പറഞ്ഞാൽ റേഡിയോയുടെ അകത്ത് നമ്മൾ സ്റ്റേഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന സംവിധാനം. അപ്പോൾ അതിനകത്ത് ഒരു LCR സർക്യൂട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് സിയുടെ പ്രത്യേകത എന്താണ്? വേരിയബിൾ കപ്പാസിറ്ററാണ്. ഇനി ഞാൻ പറയാം.
നമ്മൾ LCR സർക്യൂട്ടിനെ പറ്റി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താം. അവിടെ ഗ്രാഫൊക്കെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ഒമേഗയാണല്ലേ, ഇവിടെ കറണ്ടാണ്. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ മാർക്ക് ചെയ്തേ. ഇവിടെ നമ്മളൊരു ഗ്രാഫൊക്കെ കിട്ടിയായിരുന്നു, ഇങ്ങനത്തെ ഒരു ഗ്രാഫൊക്കെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ട്? ഇനി നിങ്ങൾ നോക്കൂ, റെസൊണൻസ് ഫ്രീക്വൻസി കൊടുത്ത സമയത്ത് മാക്സിമം കറണ്ടായിരുന്നു. അല്ലാത്ത ഫ്രീക്വൻസികളൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കറണ്ടിന്റെ വാല്യൂ വേറെ ആയിരുന്നു. കറണ്ട് ഉണ്ടായിരുന്നു, കറണ്ട് കുറവായിരുന്നു. എപ്പോഴാണ് കറണ്ട് മാക്സിമം വന്നത്? റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ആണല്ലോ. അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസിയിലാണ് കറണ്ട് മാക്സിമം വന്നത്. ബാക്കി ഫ്രീക്വൻസികളിൽ കറണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു. ഇനി നമ്മൾ നോക്കൂ, ഇതാണ്ട് റേഡിയോ സ്റ്റേഷനുകൾ ഒരെണ്ണമാണോ ഉള്ളത്? പല പല റേഡിയോ സ്റ്റേഷനുകളുണ്ട് അല്ലേ. അപ്പൊ പല സ്റ്റേഷനുകളിൽ നിന്ന് പ്രോഗ്രാമുകൾ വരുന്നു. അപ്പോൾ ഈ ഓരോന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ സിഗ്നൽസ് വരുന്നു, പല സ്റ്റേഷനിൽ നിന്ന് പല ഫ്രീക്വൻസികളുള്ള സിഗ്നൽ ഇങ്ങനെ വരുന്നു. കണ്ടോ, പല ഫ്രീക്വൻസികളുള്ള സിഗ്നൽ ഇങ്ങനെ വരുന്നു. ഇനി ഞാൻ ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 കിലോ ഹെർട്സ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ 20 മെഗാ ഹെർട്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ 20 മെഗാ ഹെർട്സ് ആണ് ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്ലേ പോട്ടെ, എത്രയൊന്നും വേണ്ട, ഒരു 2 മെഗാ ഹെർട്സ് ആണ് ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്നിരിക്കട്ടെ. ദാണ്ടെ ഈ പല പല സിഗ്നലുകൾ വരുന്നു, പല ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ വരുന്നു. ഇത് 1 മെഗാ ഹെർട്സിൻ്റെതാണ്, ഇത് 0.5 മെഗാ ഹെർട്സിൻ്റെയാണ്, ഇത് 2 മെഗാ ഹെർട്സിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സിഗ്നലുകൾ ഏറെ കൂടെ വരുന്നു. നിങ്ങൾ നോക്കൂ, ആദ്യം ആന്റിനയിൽ വന്നടിച്ചത് 1 മെഗാ ഹെർട്സ് ആണെന്ന് വെച്ചോളൂ. 1 മെഗാ ഹെർട്സ് വന്നടിച്ചു. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസി അല്ലല്ലോ, വേറെ ഫ്രീക്വൻസിയാണ് വന്നടിച്ചത്. ആ സമയത്ത് ഈ ലൈനിൽ അതൊരു കറണ്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽ വന്നടിച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ലൈനിലുള്ള ഇപ്പോഴത്തെ കറണ്ട് 1 മെഗാ ഹെർട്സ് വന്നടിക്കുമ്പോൾ ഉള്ള കറണ്ട് കുറവായിരിക്കും. എന്താ കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്, ഇതില് റെസൊണൻസ് ഫ്രീക്വൻസി 2 മെഗാ ഹെർട്സ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ 2 മെഗാ ഹെർട്സ് വന്നാൽ മാക്സിമം കറണ്ട് കയറി വരും. ബാക്കി ഏതെങ്കിലും ഫ്രീക്വൻസി വന്നാൽ ചെറിയ കറണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 1 മെഗാ ഹെർട്സിന്റെ സിഗ്നൽ ആന്റിനയിൽ വന്ന് ഇടിച്ചാൽ ഇതിൽ കൂടെ ഒരു കുഞ്ഞ് കറണ്ട് ഉണ്ടാവും, നെഗ്ലിജിബിളി സ്മോൾ കറണ്ട് ഉണ്ടാവും. റേഡിയോ അത് കാരണം വർക്ക് ചെയ്യണമെന്നില്ല. ഇനി അടുത്ത 0.5 മെഗാ ഹെർട്സിന്റെ സിഗ്നൽ വന്ന് അടിച്ചാൽ ഇതിൽ കൂടെ ഒരു നെഗ്ലിജിബിൾ കറണ്ട് ഉണ്ടാവും, റേഡിയോ വർക്ക് ചെയ്യണമെന്നില്ല. ഇനി അടുത്ത 2 മെഗാ ഹെർട്സിന്റെ ഒരു സിഗ്നൽ വന്ന് അടിച്ചാൽ ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ആയിട്ടുള്ള സാധനമാണ് വന്ന് ഇടിച്ചത്. അപ്പൊ ഈ സർക്യൂട്ടിൽ കൂടെ മാക്സിമം കറണ്ട് കയറി പോവുകയും റേഡിയോ വർക്ക് ആവുകയും ചെയ്യും. അങ്ങനെ ആ പർട്ടിക്കുലർ സ്റ്റേഷൻ നമുക്ക് സെലക്ട് ആവുകയും ചെയ്യും. ഇതാണ് റേഡിയോ ട്യൂണർ. അപ്പൊ റേഡിയോ ട്യൂണർ എന്ന് പറയുന്നത് ആനക്കാര്യമല്ലോ ആണോ? അപ്പൊ റേഡിയോ ട്യൂണർ എന്ന് പറയുന്നത് ഒരു LCR സർക്യൂട്ടാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതുപോലെ ഒരു ആന്റിന കാണും, ഒരു ഇൻഡക്ടർ കാണും, ഒരു വേരിയബിൾ കപ്പാസിറ്റർ കാണും, പിന്നെ ഈ കണക്ഷൻ വയറുകൾക്കെല്ലാം റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് LCR എന്ന് പറയുന്നത്. ഇനി ഇത് റേഡിയോയുടെ ബാക്കി പാർട്സിലേക്ക് പോവുകയാണ്. നോക്കൂ, എന്താണ് ഈ സർക്യൂട്ട് എന്തിന് സെറ്റ് ചെയ്ത് വെച്ചേക്കും? റെസൊണൻസ് ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സർക്യൂട്ടിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ആണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഇത് എത്രയാ? 2 മെഗാ ഹെർട്സ് ആണെന്ന് ഇരിക്കട്ടെ, എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ആന്റിനയിൽ ഒരു സിഗ്നൽ വന്ന് അടിച്ചാൽ എന്താണ് സംഭവിക്കുക? ഈ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആന്റിനയിൽ ആദ്യം 1 മെഗാ ഹെർട്സിന്റെ ഒരു സിഗ്നൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു ചെറിയ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട് എന്ന് പറയുന്നത് ചെറുതാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം നമ്മൾ പഠിച്ചതാണ്. റെസൊണൻസ് ഫ്രീക്വൻസി ആണെങ്കിലേ മാക്സിമം കറണ്ട് വരൂ. അപ്പോൾ വേറെ ഫ്രീക്വൻസിയാണ് വന്നടിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന കറണ്ട് ചെറുതാണ്, അത് കാരണം റേഡിയോ വർക്ക് ചെയ്യണമെന്നില്ല. ഇനി 0.5 മെഗാ ഹെർട്സ് വന്നടിച്ചു, ചെറിയ കറണ്ട് സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്തു, റേഡിയോ വർക്ക് ചെയ്തില്ല. 2 മെഗാ ഹെർട്സ് ആന്റിനയിൽ വന്ന് ഇടിച്ചു. അപ്പോൾ ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ആയിട്ടുള്ളതാണ് വന്ന് ഇടിച്ചത്. മാക്സിമം കറണ്ട് സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യും. ഈ സർക്യൂട്ട് മാക്സിമം കറണ്ടിനെ കയറ്റിവിടും, റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ആ പർട്ടിക്കുലർ സ്റ്റേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തിന്റെ വർക്കിംഗ് ആണ്? റേഡിയോ ട്യൂണറിന്റെ വർക്കിംഗ് ആണ്. അപ്പോൾ പറയൂ, ഗിവ് ദ വർക്കിംഗ് ഓഫ് എ റേഡിയോ ട്യൂണർ. റേഡിയോ ട്യൂണർ കൺസിസ്റ്റ് ഓഫ് ആൻ LCR സർക്യൂട്ട്. Here C is a variable capacitor. C is a variable capacitor. When a number of frequencies strike the antenna, the circuit allows only that frequency which is equal to the resonance frequency of the circuit.
Okay, in that condition the circuit allows maximum current and that particular station can be selected. Okay, once again, what do you know about radio tuner? Radio tuner is an LCR circuit. Radio tuner is an LCR circuit. Then see the C value, the capacitor used is a variable capacitor. When a number of frequencies strike the antenna, the circuit allows only that frequency which is equal to the resonance frequency of the circuit. Thus, a particular in that frequency the circuit allows maximum current. That particular station can be selected. So once again, radio tuner is an LCR circuit. Here C is a variable capacitor. When a number of frequencies strike the antenna, the circuit allows only that frequency which is equal to its resonance frequency. So that particular station can be selected. Then in this condition the current in the circuit will be maximum. So what do we know about radio tuner? Radio tuner consists of an LCR circuit. Here C is a variable capacitor. When a number of frequencies strike the antenna, the circuit allows only that frequency which is equal to what? The resonance frequency of the circuit. In the resonance condition, it allows maximum current and that particular station can be selected. This is the working of radio tuner. ഇപ്പം നമ്മൾ പഠിച്ചത് ഏതിൻ്റെ വർക്കിംഗ് ആണ്? റേഡിയോ ട്യൂണറിൻ്റെ ആണ്. അടിപൊളിയല്ലേ? അപ്പോൾ LCR circuit, see, LCR circuit at a resonance condition can accept maximum current. Okay, so this circuit is known as LCR circuit is known as എന്താണ് നമ്മൾ പറയുന്ന പേരാണ് ട്യൂണർ സർക്യൂട്ട്. അതിന് പറയുന്ന പേരാണ് ട്യൂണർ സർക്യൂട്ട്, അല്ലെങ്കിൽ അതിന് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ എന്താണ് ഈ പേര് വന്നതിൻ്റെ കാരണം? See, at a resonance condition it helps us to filter a particular frequency, or at a resonance condition it helps us in tuning. Okay, so the circuit is known as LCR circuit is known by the name tuner circuit or filter circuit. About series LCR circuit at a resonance condition allows maximum current. Am I right? So this property is used to select a particular frequency, or I can tune a particular station. So series LCR circuit is known by the name tuner circuit or filter circuit. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അടുത്തതിലേക്ക് പോകാമല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് നമുക്ക് പരിചയമുള്ളൊരു സാധനമാണ് മെറ്റൽ ഡിറ്റക്ടർ. കേട്ടിട്ടുണ്ടോ? മെറ്റൽ ഡിറ്റക്ടർ. മെറ്റൽ ഡിറ്റക്ടർ കേട്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുമുണ്ട്. എയർപോർട്ടിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടില്ലേ വിടൂ. സോ മെറ്റൽ ഡിറ്റക്ടർ ഒന്നുമില്ല. മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കോയിലാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതൊരു ഡോറാണെന്നിരിക്കട്ടെ. ഈ ഡോറിൻ്റെ അകത്തൂടെ നിങ്ങൾ കയറി പോവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഡോറിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. അതാണ്ടേ ഇതുപോലെ ഒരു കോയിൽ ഉണ്ടോ? കോയിൽ അത് ഒരു കപ്പാസിറ്ററിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പിടിച്ച് AC-യിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω/R ഈക്വലാണ്. ഈ AC-യുടെ ഫ്രീക്വൻസി എന്താണ്? ω/R ഈക്വലാണ്. അതായത് റെസണൻസ് ഫ്രീക്വൻസിയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ സർക്യൂട്ടിന് ഒരു റെസണൻസ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയാണ് ഇപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ ഇപ്പോഴുള്ള കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. കറണ്ട് ഈസ് മാക്സിമം നൗ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഡോറിൻ്റെ അകത്തൂടെ നിങ്ങളൊരു മെറ്റലും ക്യാരി ചെയ്തുകൊണ്ട് കയറി പോകുന്നു. അപ്പോൾ ഈ ഡോറിൻ്റെ അകത്തൂടെ നിങ്ങളൊരു മെറ്റലും ക്യാരി ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് ചേഞ്ച് ആവും. സർക്യൂട്ടിൻ്റെ എന്ത് ചേഞ്ച് ആവും? ഇംപിഡൻസ് ചേഞ്ചസ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളൊരു മെറ്റലും ക്യാരി ചെയ്തുകൊണ്ട് ഇതിനകത്തൂടെ പോയാൽ ആ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള ഇംപിഡൻസ് അങ്ങ് മാറും. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ ഉള്ള കറണ്ട് അങ്ങ് ചേഞ്ച് ആവും. അപ്പോൾ കറണ്ട് ചേഞ്ചസ്. സർക്യൂട്ടിൽ കൂടെ ഉള്ള എന്ത് ചേഞ്ച് ആവും? കറണ്ട് ചേഞ്ച് ചെയ്യും. ഇനി ഈ കറണ്ടിൻ്റെ ചേഞ്ചിനെ ഒരു ഡിറ്റക്ടർ സെൻസ് ചെയ്യും. അപ്പോൾ ഒരു ഡിറ്റക്ടർ അതിനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഒരു ബസർ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഒരു ബസർ അവിടെ ഇരുന്ന്
ആക്ടിവേറ്റ് ആയി ഒരു സൗണ്ട് കേൾപ്പിക്കും, അപ്പോഴെ തന്നെ അവന് തൂക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ സ്വർണ്ണമൊക്കെ കൊണ്ട് ഇതുപോലെ വരികയാണെങ്കിൽ അപ്പോഴെ തന്നെ പൊക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. ദിസ് ഈസ് മെറ്റൽ ഡിറ്റക്ടർ. അടിപൊളി സാധനമല്ലേ? അപ്പം മെറ്റൽ ഡിറ്റക്ടർ ഓർത്ത് വയ്ക്കുക. മെറ്റൽ ഡിറ്റക്ടർ ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു ഡോറാണ്. ഈ ഡോറിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു കോയിലുണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇത് എ സിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ എ സിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സർക്യൂട്ടിൻ്റെ എന്തായിരിക്കും? റെസൊണൻസ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇതിൽ കൂടെ ഇപ്പോൾ മാക്സിമം കറണ്ട് പോകുന്ന കണ്ടീഷനിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മെറ്റലും കൊണ്ട് ഒരാൾ ഇതിനകത്തോട്ട് കയറിപ്പോയാൽ സർക്യൂട്ടിൻ്റെ എന്ത് മാറും? ഇമ്പിഡൻസ് ചേഞ്ച് ആവും. അപ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ചേഞ്ച് ആവും. അതിനെ ഒരു ഡിവൈസ് ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് ഒരു ബസർ ആക്റ്റീവ് ആവും. അപ്പോൾ ആ സമയത്ത് പി പി ശബ്ദമൊക്കെ കേൾക്കും. അപ്പോൾ ആളിനെ തൂക്കും. എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. സോ ഗീവ് ദ വർക്കിംഗ് ഓഫ് മെറ്റൽ ഡിറ്റക്ടർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് an LC circuit. ശരിയാണല്ലോ? It consists of a series LC circuit. Then it is arranged at resonance condition. Then when a person carries a metal inside, the impedance of the circuit changes, current in the circuit changes. See, it is detected and a buzzer is activated. കൂടുതൽ ആഡംബരമൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. സോ ഗിവ് ദ വർക്കിംഗ് ഓഫ് എ മെറ്റൽ ഡിറ്റക്ടർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ LC സർക്യൂട്ട്. ഓക്കെ, ദ സർക്യൂട്ട് ഈസ് അറേഞ്ച്ഡ് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? വെൻ എ പേഴ്സൺ ക്യാരീസ് എ മെറ്റൽ ഇൻസൈഡ്, the impedance of the circuit changes, then current in the circuit changes, it is detected and a buzzer is activated. ഒരു കാര്യമില്ല. So give the working of metal detector. It consists of an LC circuit. It consists of an LC circuit. No problem. The circuit is arranged at its resonance condition. The circuit is arranged at its resonance condition. When a person carries a metal inside, the impedance of the circuit changes, current in the circuit changes, it is detected and a buzzer is activated. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം LC അല്ലെങ്കിൽ LCR സർക്യൂട്ടിൻ്റെ ഓരോ ഗുണങ്ങളാണ്. ഇനി നമ്മൾ വേറൊരു സംഭവമുണ്ട്, പാരലൽ LC സർക്യൂട്ട് ഉണ്ട്. എന്താണ് പാരലൽ LC സർക്യൂട്ട്? അപ്പോൾ പാരലൽ LC സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ നോക്കൂ, പാരലൽ LC സർക്യൂട്ടിൽ റെസൊണൻസ് കണ്ടീഷനിൽ ഓർത്ത് വയ്ക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പാരലൽ LC സർക്യൂട്ടിൽ റെസൊണൻസ് കണ്ടീഷനിൽ അത് കറണ്ടിനെ കടത്തി വിടൂല, കറണ്ടിനെ കടത്തി വിടത്തേയില്ല. അപ്പോൾ കറണ്ടിനെ ഇഷ്ടമല്ല, കറണ്ട് പാസ് ചെയ്യത്തില്ല. ഓർത്ത് വയ്ക്കണം. പാരലൽ LC സർക്യൂട്ടിന്റെ കേസിൽ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ നോ കറണ്ട്. ഓർത്ത് വയ്ക്കുകയോ? അതേ മറന്നുവോ? അപ്പോൾ സാധാരണഗതിയിൽ റെസൊണൻസ് കണ്ടീഷനിൽ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ മാക്സിമം കറണ്ടിനെ കയറ്റി വിടും. പക്ഷേ പാരലൽ LC സർക്യൂട്ട് ആണെങ്കിൽ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ഇറ്റ് ബ്ലോക്സ് കറണ്ട്. സോ അതുകൊണ്ട് ഇത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിനെ റിജക്ടർ സർക്യൂട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. വിളിക്കുന്ന പേരെന്താണ്? റിജക്ടർ സർക്യൂട്ട്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. Parallel LC circuits are known by the name rejector circuits because at a resonance condition it rejects current. Okay, it blocks current. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എക്സാമിനൊന്നും അങ്ങനെ ചോദിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം.